തിരുവനന്തപുരം വിമാനത്തിൽ പുക കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നാലെ യാത്രക്കാരെ തിരിച്ചിറക്കിയ സംഭവം രാവിലെ 8 മണിക്കാണ് ഉണ്ടായത്. മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിലാണ് പുക കണ്ടെത്തിയത്. റൺവേയിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പുക യാത്രക്കാർക്ക് അനുഭവപ്പെട്ടത്. വിമാനത്തിനകത്ത് പുകയും ദുർഗന്ധവും ഉണ്ടായതായി യാത്രക്കാർ പറഞ്ഞു. വിവരങ്ങളുമായി അഷിൻ ഡിയാഗോ ചേരുന്നുണ്ട്. വിമാനത്താവളത്തിൽ നിന്നാണ് അഷിൻ ഡിയാഗോ ചേരുന്നത്. അഷിൻ ഡിയാഗോ, ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്താണ്? യാത്രക്കാരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണോ? വിമാനത്താവളത്തിലെ അധികൃതരും വിമാനാധികൃതരും പറയുന്നത് എന്താണ്? ഇവരിനി എപ്പോഴാണ് അടുത്ത വിമാനം വീണ്ടും റീഷെഡ്യൂൾ ചെയ്യുന്നത്? അഷിൻ ഡിയാഗോ. അരുൺ, മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇത്തരത്തിൽ പുക കണ്ടെത്തിയതിനെ തുടർന്ന് ഡിറ്റക്ട് ചെയ്തതിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കിയത്. ലാൻഡിംഗ് സമയത്താണ് ഈ ഒരു പുക ആദ്യം ഉയർന്നത്. തുടർന്ന് യാത്രക്കാർ ഈ വിമാനത്തിനുള്ളിൽ നിന്ന് നിലവിളിക്കുകയായിരുന്നു. പിന്നീട് ഈ കത്തുന്നതിൻ്റെ ദുർഗന്ധം, അതായത് ചില സാധനങ്ങൾ കത്തുന്നതിൻ്റെ ദുർഗന്ധം അനുഭവപ്പെട്ടതായും യാത്രക്കാർ പരാതിപ്പെട്ടു. അങ്ങനെയാണ് ഇത് അടിയന്തര സാഹചര്യത്തിൽ തന്നെ ഇത് തിരിച്ച് റൺവേയിലേക്ക് തിരിച്ചിറക്കുന്നതും. 142 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IX 548 എന്ന വിമാനമാണ്, 549 എന്ന വിമാനമാണ് തിരിച്ചിറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പരിശോധന എന്തുകൊണ്ടാണ് ഇത് ഈ തീ ഉയരാൻ കാരണം, അല്ലെങ്കിൽ പുക ഉണ്ടാകാൻ കാരണം എന്നുള്ളതിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബേയിലേക്ക് എഞ്ചിനീയർമാർ ഈ വിമാനം മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നതും. ഇവിടെ നിന്നും ഈ വേറെ പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റും. അവിടെ നിന്നാകും കൂടുതൽ വിശദമായി പരിശോധനകൾ നടത്തുക. വിമാന യാത്രക്കാർ, ഈ 142 യാത്രക്കാരും ഇപ്പോഴും എയർപോർട്ടിനുള്ളിൽ തന്നെ തുടരുകയാണ്. ഈ പ്രശ്നം, ഈ സാങ്കേതിക തകരാർ കൊണ്ടാകാം ഇത്തരത്തിൽ ഒരു സ്മോക്ക് ഡിറ്റക്ഷൻ കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ എയർ ഇന്ത്യ കമ്പനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വിമാന അധികൃതർ പറയുന്നതും അതുതന്നെയാണ്. ഈ പ്രശ്നം പരിഹരിച്ച് ഉടൻ തന്നെ ഈ വിമാനത്തിൽ തന്നെ യാത്രക്കാർക്ക് പുറപ്പെടാൻ കഴിയും എന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിമാനം ഇപ്പോൾ ബേയിലാണ്. അവിടെ എഞ്ചിനീയർമാർ ഈ വിമാനത്തിൻ്റെ പരിശോധന, ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ വിമാനത്തിൽ തന്നെ യാത്രക്കാർക്ക് പുറപ്പെടാൻ കഴിയും. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. ഏതാണ്ട് 10:45 ഈ ഒരു സംഭവം ഇത്തരത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കി ഈ ഒരു പരിശോധനകളൊക്കെ ആരംഭിച്ചത്. ഇപ്പോൾ മണി 12 അടുക്കുന്നു. എന്തായാലും ഇപ്പോൾ യാത്രക്കാർ എല്ലാം സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബേയിൽ ഇതിൻ്റെ ഒരു പ്രാഥമിക പരിശോധനയിൽ കൂടുതൽ തകരാറുകൾ കണ്ടെത്തുകയാണെങ്കിൽ എന്തായാലും ഹാങ്ങറിലേക്ക് മാറ്റി അവിടെ വിശദമായ ഒരു പരിശോധന നടത്തും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ യാത്രക്കാർക്ക് മറ്റൊരു വിമാന സൗകര്യം ഒരുക്കി യാത്രക്കാർക്ക് മസ്കറ്റിലേക്ക് യാത്ര ഒരുക്കും എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പുക അല്ലെങ്കിൽ ഈ ഒരു തീ ഉണ്ടാകാൻ സാഹചര്യം എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിൽ വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. തീ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിമാനാധികൃതരും താവളത്തിൻ്റെ അധികൃതരും ഒക്കെ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു പുക ഉണ്ട് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്തത് എന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് തിരിച്ചറിയാനുള്ള പരിശോധനകൾ തുടരുകയാണ്. എഞ്ചിനീയർമാർ ബേയിലെത്തി ഈ വിമാനം പരിശോധിച്ച് വരികയാണ്. അരുൺ. ഓക്കെ, അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. ഇത് 8 മണിക്ക് മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ആണ് റൺവേയിലെത്തിയപ്പോഴേക്കും വിമാനത്തിനുള്ളിൽ പുകയും ദുർഗന്ധവും അനുഭവപ്പെട്ടത്. യാത്രക്കാരത് ശ്രദ്ധയിൽപ്പെടുത്തി. അതിനുശേഷം റൺവേയിൽ നിന്ന് വിമാനം ഇപ്പോൾ ബേയിലേക്ക് മാറ്റിയിട്ടു. യാത്രക്കാരെ പൂർണ്ണമായും സുരക്ഷിതമായും വിമാനത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിമാനത്തിന് പരിശോധനകൾ നടത്തുകയാണ്. പരിശോധന നടത്തി കുഴപ്പമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ വിമാനം ഉടൻ തന്നെ റീഷെഡ്യൂൾ ചെയ്യും. അതല്ലെങ്കിൽ എപ്പോഴാണ് മസ്കറ്റിലേക്ക് വീണ്ടും യാത്രക്കാരെ കൊണ്ടുപോവുക എന്നുള്ള കാര്യം കമ്പനി അധികൃതർ അറിയിക്കുകയും ചെയ്യും. 142 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്ന് അഷിൻ ഡിയാഗോ പറയുന്നു. യാത്രക്കാർ സുരക്ഷിതരാണ്. മറ്റ് ആശങ്കയ്ക്ക് വകയൊന്നും തന്നെയില്ല. അഷിൻ ഡിയാഗോയാണ് റിപ്പോർട്ട് ചെയ്തത്.